ലോർഡ് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചോർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രി നമുക്ക് തുടർന്നുള്ളതായ നിമിഷങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് തിരുപ്പാത്രത്തിലായിരിക്കാം. യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നുള്ളതായ പഠനമാണ് स्वतः याकूब की पत्री से हम पढ़ रहे हैं। प्रेज लॉर्ड, किस प्रकार हम अपना जीवन को सुधारना है, बनाना है, ठीक करना है, उसके बारे में याकूब की पत्री में हम काफी बातों को देख रहे हैं। प्रेज लॉर्ड, तो उसी बातों को आज रात के समय फिर से ധ്യാൻ करने के लिए परमेश्वर हमें सहायता करे। प्रेज लॉर्ഡ്, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായ അനവധി മാറ്റങ്ങളെ കുറിച്ച്, ക്രമീകരണത്തെ കുറിച്ച്, ശുദ്ധീകരണത്തെ കുറിച്ചൊക്കെയും ആണ് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് നാം പഠിച്ചു വരുന്നത്. പ്രീസ് ലോർഡ്, ഒരു മേസ്ത്രി ഒരു വീട് പണിയുമ്പോൾ തന്റെ കയ്യിൽ എടുക്കുന്നതായ കല്ലിനെ താൻ തന്റെ കയ്യിലിരിക്കുന്ന കരണ്ടി കൊണ്ട് ഒന്ന് കൊട്ടി ചെത്തി മൂർച്ചയുള്ള ഭാഗങ്ങളെ വെട്ടി മാറ്റിയിട്ടാണ് മറ്റൊരു കല്ലിന്റെ കൂടെ ചേർത്ത് വെച്ച് സിമെന്റ് ഇട്ട് അങ്ങനെ പണി ചെയ്ത് മുൻപോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർന്ന് പണിയപ്പെടുന്ന ജീവനുള്ള കല്ലുകളായി കർത്താവ് നമ്മയും ചേർത്ത് പണിതുകൊണ്ടിരിക്കുന്നു. നാമും ജീവനുള്ള കല്ലുകളായി മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർന്ന് പണിയപ്പെടുന്നു. മൂലക്കല്ല് ക്രിസ്തുവാണ്. സ്തോത്രം, പ്രൈസ് ലോർഡ്. മൂലക്കല്ല് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനോട് ചേർന്ന് നാം പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ ഒരു സൗഭാഗ്യം കർത്താവ് നമുക്ക് ജീവിതത്തിൽ നൽകി. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ മൂർച്ചയുള്ളതായ, കൂർത്തിരിക്കുന്നതായ, മുനയുള്ളതായ, മുറിപ്പെടുത്തുന്നതായ അവസ്ഥകൾ ഈ കല്ലിലുണ്ട്. പക്ഷെ വീട് പണിയാനായിട്ട് എടുക്കുന്നതായ സമയത്ത് മേസ്ത്രി തന്റെ കയ്യിലുള്ളതായ കരണ്ടി കൊണ്ട് അതിനെ ചെത്തുന്നുണ്ട്. അത് ഇച്ചിരി ഷാർപ്പാണ്. സിമെന്റ് എടുത്ത് കോരിയെടുത്ത് ഉപയോഗിക്കാനുള്ളതായ സാധനമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിന് മറ്റൊരു ഒരു ഉപയോഗം കൂടിയുണ്ട്. മൂർച്ചയുള്ളതായ അവസ്ഥകളെ ചെത്തുന്ന ഒരു പണിയും കൂടി ഈ കരണ്ടി കൊണ്ട് ചെയ്യുവാൻ കഴിയും. അപ്പോൾ സിമെന്റ് ഇടുന്നത് മാത്രമല്ല, ചെത്തുന്ന പണിയും കരണ്ടി കൊണ്ട് ചെയ്യുവാൻ കഴിയും. प्रेज़ लॉर्ड, एक मेसन जब घर बनाता है तो अपने हाथ में जो पत्थर लेता है, उस पत्थर को कभी कभी नुकीले भाग होते हैं, धार वाली भाग होती है, जिसको छूने से शायद हाथ कट जाता है। तो मिस्त्री उसको अपने हाथ में जो सामान है उससे उसको बराबर मारते हुए नुकीले भागों को निकालता है। प्रेज़ द लॉर्ड, और उसको सही ढंग से, सही आकृति में उसको लाकर फिर बिल्डिंग के काम में सीमेंट लगाकर दीवार बनाता है। प्रेज़ द लॉर्ड। तो याकूब की पत्री में हम इसी बातों को देखते हैं। एक अच्छा मिस्त्री के समान एक विश्वासी कैसा होना चाहिए उसके बारे में बता रहा है। एक विश्वासी होने से हम पूर्ण नहीं होते, हम परमेश्वर के काम के योग्य नहीं है। हम लोग लायक होने के कारण परमेश्वर ने हमें नहीं चुना। हम लोग नालायक ही थे तब परमेश्वर ने हमें चुना। जैसे ही रोमियो की पत्र में देखते हैं, जब हम पापी ही थे, जब हम अभक्त थे, जब हम सलीब के दुश्मन थे, 3 बातों को हम वहां पर देखते हैं। उस समय परमेश्वर ने हमें चुना. നാം പാപികളായിരിക്കുമ്പോൾ, നാം ക്രൂശിന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ, നാം ബലഹീനരായിരിക്കുമ്പോൾ ആണ് കർത്താവ് നമ്മെ, അഭക്തരായിരുന്ന സമയത്താണ് കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിരുന്ന ഒരു നിലവാരത്തിലല്ല കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഈ നല്ല കരണ്ടി വെച്ചിട്ട്, മൂർച്ചയുള്ള കരണ്ടി വെച്ചിട്ട് ഈ അഭക്തിയും അവിശ്വാസവും പിന്നെ കുറവുകളെല്ലാം വെട്ടിമാറ്റുന്നതായ പ്രവൃത്തി ചെയ്യുന്നത് പോലെ യാക്കോബ് എന്ന് പറയുന്നതായ ദൈവദാസൻ വിശ്വാസികളുടെ ജീവിതത്തിൽ മുനയുള്ള അങ്ങനെ ഭാഗങ്ങളെല്ലാം വെട്ടിമാറ്റുന്ന ഒരു ശുശ്രൂഷയാണ് ഈ യാക്കോബിന്റെ ലേഖനം നമ്മൾ കാണുവാൻ കഴിയുന്നത്. അതിനകത്ത് വെട്ടിമാറ്റുന്നത് മാത്രമല്ല, ആശ്വസിപ്പിക്കുന്നതായ ചില വചനങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്വന്തം വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ പതറിപ്പോകരുത്,
ഒരു കിരീടം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ജീവന്റെ കിരീടം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ ആശ്വാസത്തിന്റെ കാര്യങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. സ്തോത്രം. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്, സഹിഷ്ണുത ആവശ്യമാണ് എന്ന് ആശ്വാസത്തിന്റെ വചനങ്ങൾ നമുക്ക് കാണുന്നുണ്ടെങ്കിലും ദോഷവശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ തക്കണം യാക്കോബ് ഈ ലേഖനത്തിൽ കൂടി ഓർപ്പിക്കുന്നു. അങ്ങനെ അനവധി കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇന്ദ്രിയ ജയം നമുക്കുണ്ടായിരിക്കണം. നാവിനെ കടിഞ്ഞാട്ടിട്ട് കാക്കണം. അത് എത്ര വലിയ നാശമാണ് ഉണ്ടാക്കുന്നത്. സ്തോത്രം. ജഡത്തെ അതിനെ ക്രൂശിക്കണം. ജഡത്തിന്റെ മോഹങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ ഉയർന്നു വരുവാൻ സമ്മതിക്കല്ലേ. സ്തോത്രം. അശുദ്ധി പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറ്റം പറയുന്നതായ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിനെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ വിശുദ്ധമായിട്ട് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായത്. पिछले सप्ताह में हमने सुना कि इस प्रकार हमारे जीवन के कई कई बुरी बातों को हमारे जीवन से निकालना है. गरीब लोगों को आदर करना, उनको मान देना, उनके जरूरतों में उनके साथ में रहना, जीभ को, अपने जबान को काबू में रखना, अपने मन को काबू में रखना, अपने शरीर को काबू में रखना, पाप से विरोध करना, भाई के बारे में दोष नहीं देना, भाई के बारे में न्याय नहीं करना, प्रेज लॉर्ड, भाई के बारे में गलत नहीं बोलना. ये सारे बातों को याकूब जो अच्छा मिस्त्री है वो पत्थर को अपने हाथ में उठाकर, विश्वासी जो है पत्थर है उसको हाथ में लेकर उनके जीवन में क्या क्या सुधार लाना है करके समझाता है. നാമും നിത്യതയിലേക്കുള്ളതായ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ന്യൂനവശങ്ങൾ, കുറവുകൾ ഒരുപാടുണ്ട്. बहुत सारे कमी हमारे जीवन में है. हमारे कमी को रखते हुए हम स्वर्ग राज्य में नहीं जा सकते. कमी को दूर करना है. നമ്മുടെ കുറവ് വെച്ചിട്ട് നമുക്ക് നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. കുറവ് മാറ്റിയിട്ട് മാത്രമേ നമുക്ക് നിത്യതയിലുള്ള പ്രവേശനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കുറവ് മാറ്റുവാനുള്ളതായ നല്ല ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. നമ്മൾ വായിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കണം ഏൽപ്പിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനിയും നമ്മുടെ കൂട്ടു സഹോദരനെ നാം ന്യായം വിധിക്കരുത്, ജഡ്ജ് ചെയ്യരുത്, തന്നെ കുറിച്ച് ദുഷ്ടത സംസാരിക്കരുത് എന്നൊക്കെയും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു. വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ആ ഭാഗം എടുത്തതുകൊണ്ട് അധികം സമയം ആ ഭാഗത്ത് നിൽക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തത്, നമ്മളിൽ ഈ ലോകത്തിൽ നമ്മൾ ആശ്രയിക്കരുത്. ലോകത്തിൽ നമ്മൾ ആശ്രയിക്കരുത്. ആ ഒരു കാര്യമാണ് യാക്കോബ് 4-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്തിൽ ഓർപ്പിക്കുന്നത്. ഡു നോട്ട് ട്രസ്റ്റ് ഇൻ യുവർ വെൽത്ത്, റിസോഴ്സസ്, റിച്ചസ്. നിങ്ങളുടെ ധനത്തിൽ, നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ ആശ്രയിക്കരുത്. അതിനെക്കുറിച്ചാണ് യാക്കോബ് 4-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്തിൽ ഓർപ്പിക്കുന്നത്. अपने धन दौलत में, अपने पैसा में आप आश्रय नहीं करना, इसके बारे में हम देखते हैं. 13-ാമത്തെ വാക്യം തൊട്ട് 17-ാമത്തെ വാക്യം 5-ാമത്തെ അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങളിൽ കൂടിയുമുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ അല്പനേരം ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും എന്ന് പറയുന്നവരെ. അപ്പോൾ അങ്ങനെ പറയുന്നവര് കുറെ ആൾക്കാരുണ്ട്. സ്തോത്രം. എന്താണ് അവർ പറയുന്നത്? കർത്താവിനുള്ളതായ ആശ്രയം, കർത്താവിൽ നിന്നുള്ളതായ ആലോചന, അതൊന്നും ചോദിക്കുവാൻ ആഗ്രഹിക്കാത്തതായ സ്വയത്തിൽ ആശ്രയിക്കുന്ന ചില മനുഷ്യർ, സ്വയത്തിൽ ആശ്രയിക്കുന്ന those who trust in themselves, अपने आप में भरोसा रखने वाले लोग, അവരെന്താണ് പറയുന്നത്? ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ നിങ്ങൾ കേൾപ്പീൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊരു സ്വയത്തിലുള്ളതായ സ്വന്തത്തിലെ ഒരു കപ്പാസിറ്റിയിൽ, ദൈവം തന്നിരിക്കുന്ന റിസോഴ്സസിൽ ഉള്ളതായ ഒരു ആശ്രയത്തെയാണ് കാണിക്കുന്നത്. പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ വിശാലത തരുമ്പോൾ, ദൈവം നമ്മുടെ ഇടുക്കവും ഞെരുക്കവും മാറ്റുമ്പോൾ, പിന്നെ നാം നമ്മുടെ സ്വന്തം ഹിതപ്രകാരം, ഇഷ്ടപ്രകാരം കാര്യങ്ങളെ ചെയ്യുവാൻ തൊക്കണം ആഗ്രഹിക്കും. ചില തീരുമാനങ്ങൾ എടുക്കും.
ചില കാര്യങ്ങളൊക്കെയും നമ്മൾ ചെയ്യുവാനായിട്ട് ഇടയാകും. ദൈവത്തോട് ആലോചന ചോദിക്കാതെ കാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ചില ബുദ്ധിമുട്ടിന്റെ സാഹചര്യത്തിൽ കർത്താവ് നമ്മളെ ആക്കുന്നത് ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ടാണ്. ഇനിയും ചില വിടുതലുകൾ കർത്താവ് ഭൗതികമായ നിലയിൽ നമുക്ക് തന്നാലും അതിന്റെ മേൽ നമുക്ക് അവകാശമില്ല എന്നുള്ളതായ വസ്തുത നാം ഓർക്കണം. സ്തോത്രം. ദൈവം ഒരു നല്ല ശമ്പളം നമുക്ക് തന്നു, അതിന്റെ മേൽ നമുക്ക് അവകാശമില്ല. ദൈവം നല്ലൊരു വീട് തന്നു, അതിന് മേൽ നമുക്ക് അവകാശമില്ല. ദൈവം നമുക്ക് ഒരു നല്ല വസ്തു മേടിക്കുവാൻ അവസരം തന്നു, അതിൽ നമുക്ക് അവകാശമില്ല. സ്തോത്രം. ഇതെല്ലാം നമ്മൾ വിട്ടേച്ച് പോകേണ്ടതാണ്. ഇതൊന്നും നമ്മെ ഒരു സമയത്ത് സഹായിക്കത്തില്ല. ഈ പാൻഡമിക്കിന്റെ സിറ്റുവേഷൻ അനേക കാര്യങ്ങൾ മനുഷ്യജാതികളെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി. ധനിയന്മാർ, പണക്കാർ മരിച്ചിട്ട് ശവം അടക്കുവാൻ ഇടമില്ലാതെ മണിക്കൂറുകൾ ശവം വണ്ടിക്കകത്ത് വെച്ച് അവൻ അതിനെ കത്തിക്കുവാൻ അല്ലെങ്കിൽ അവൻ അതിനെ ദഹിപ്പിക്കുവാൻ കാത്തിരുന്ന സമയങ്ങളുണ്ട്. പണം ഒന്നിനും ഉതകത്തില്ല, പണം ഒന്നിനും സഹായമായി തീരത്തില്ല. പണം ആവശ്യമില്ല എന്നല്ല പറയുന്നത്, പണം ആവശ്യമാണ്. പക്ഷെ പണത്തിൽ ആശ്രയിക്കരുത്, ധനത്തിൽ ആശ്രയിക്കരുത്. അതാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. ചില ആൾക്കാർ പറയും, ഞങ്ങൾ ഇന്നോ നാളെയോ അടുത്ത പട്ടണത്തിൽ ഞങ്ങൾ പോകും, അവിടെ ഞങ്ങൾ വ്യാപാരം ചെയ്യും, ഞങ്ങൾ വിൽക്കും. വിൽപ്പന എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ചെയ്യും, ആൻഡ് വി വിൽ മേക്ക് ഗെയിൻ. സ്തോത്രം. അങ്ങനെ പുറപ്പെട്ടതായ ഒരു കുടുംബത്തെ നമുക്ക് പരിചയമുണ്ടല്ലോ. രൂത്തിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. അവർ സ്വയത്തിൽ ആശ്രയിച്ചു പോയതല്ല, എന്നാൽ അവസ്ഥകൾ അവരെ ആ നിലയിൽ യാത്ര ചെയ്യുവാൻ പ്രേരിപ്പിച്ചു എന്ന് വേണം വിചാരിക്കുവാൻ. കാരണം ബേത്ത്ലേഹേമിൽ പാർക്കുന്ന സമയത്ത് ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോൾ അവരൊരു തീരുമാനമെടുത്തു കുടുംബമായിട്ട്. ആ തീരുമാനം എടുക്കുവാനുള്ള കാരണം അവരുടെ കയ്യിൽ റിസോഴ്സസ് ഉണ്ടായിരുന്നു. സ്തോത്രം. അവർ പാവപ്പെട്ട ഒരു കുടുംബമൊന്നും അല്ലായിരുന്നു, അവരുടെ കയ്യിൽ റിസോഴ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോർത്തു, ഈ ബേത്ത്ലേഹേമിൽ കടന്ന് ക്ഷാമം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് മോവാബിലേക്ക് പോകാം. മോവാബിലേക്ക് പോകുന്ന സമയത്തുള്ളതായ തീരുമാനം ദീർഘനാളിന്റെ പ്ലാൻ അല്ലായിരുന്നു, ചെറിയ ഒരു പ്ലാൻ ആയിരുന്നു, ചെറിയ ഒരു യാത്രയായിരുന്നു, ടെമ്പററി ജേർണി ആയിരുന്നു. അതിനുവേണ്ടിയാണ് അവിടെ ഒരു പദം ഉപയോഗിച്ചിട്ട് ഉള്ളത്, ടു സൊജേൺ. സൊജേൺ എന്ന് പറയുന്നതായ പദം അല്ല, അത് മൈഗ്രേഷൻ അല്ല, അത് ടെമ്പററി ആയിരിക്കുന്നതായ അവൻ പരദേശിയായിട്ട് അവിടെ ചെന്ന് ബുദ്ധിമുട്ട് മാറുമ്പോൾ തിരിച്ചു വരാം എന്നുള്ളതായ കാഴ്ചപ്പാടോടുകൂടി പോയവരാണ് ഏലിമലേക്കും തന്റെ ഭാര്യ നവോമിയും തന്റെ 2 യവനക്കാര് ആയിരിക്കുന്ന മഹ്ലോനും കില്യോനും 4 പേര് യാത്ര ചെയ്തു. അപ്പത്തിന്റെ വീടായ ബേത്ത്ലേഹം വിട്ട് ശമിക്കപ്പെട്ടതായ ഒരു നാടാണ് മോവാബ്. മോവാബിലേക്ക് അവർ യാത്ര ചെയ്തു. അപ്പൊ അവരുടെ പ്ലാൻ എന്തായിരുന്നു? ഞങ്ങൾക്ക് മോവാബിൽ പോകാം, അവിടെ പാർക്കാം, അവിടെ കുറച്ച് നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ പറ്റും എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട്. എന്നാൽ അവർ പോയി. 4-ാമത്തെ വാക്യം പ്രാരംഭമായി ഒന്ന് വായിക്കാം. റൂത്തിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ച് ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. അവര് 10 സംവത്സരം അവിടെ പാർത്തു. യാത്ര പുറപ്പെട്ടപ്പോൾ കാഴ്ചപ്പാടുണ്ടായിരുന്നു, ക്ഷാമം തീരുന്നിടം വരെയും അവിടെ ചെന്ന് പരദേശിയായി പാർക്കാം. ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോയതാണ്. ക്ഷാമം വന്നു, ക്ഷാമം അതിന്റെ പാട്ടിന് പോയി. സ്തോത്രം. ദൈവം ബേത്ത്ലേഹേമിനെ സന്ദർശിച്ചു. ബേത്ത്ലേഹേമിൽ അനുഗ്രഹം പിന്നെയും ഉണ്ടായി. ക്ഷാമം ബേത്ത്ലേഹേമിൽ നിന്ന് മാറി. പക്ഷേ ഏലിമലേക്കിന് തിരികെ വരാൻ പറ്റിയില്ല. കില്യോന് മടങ്ങി വരാൻ പറ്റിയില്ല. മഹ്ലോന് മടങ്ങി വരാൻ പറ്റിയില്ല. സ്തോത്രം. അവരുടെ ഡ്രീംസ് എല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ സ്വപ്നങ്ങളെല്ലാം തറപറ്റി. സ്തോത്രം. ദൈവത്തിന്റെ ആലോചന കൂടാതെ ഉള്ളതായ ഒരു യാത്ര.
ഈ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില ബുദ്ധിമുട്ടിന്റെ സാഹചര്യത്തിൽ കൂടി നമ്മളെ കടത്തിവിടുമ്പോൾ, പ്രയാസത്തിന്റെ അനുഭവത്തിൽ കൂടി ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതെ സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട്, കഴിവിൽ ആശ്രയിച്ചുകൊണ്ട്, പഠിത്തത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അനുഭവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒന്നും ഒരു തീരുമാനം എടുക്കാതെ കർത്താവിനോട് ആലോചന ചോദിച്ച് അതനുസരിച്ച് നടപടികൾ എടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ആസ്തി ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ ആശ്രയിക്കരുത് എന്നാണ് ഇന്ന് രാത്രിയുടെ സന്ദേശം. യാക്കോബ് അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിൽ നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവമക്കൾ ഈ ലോകത്തിലെ ഒന്നിലും ആശ്രയിക്കരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ഭൗതിക നന്മകൾ, നമ്മുടെ സാമ്പത്തിക നന്മകളൊക്കെയും ദൈവത്തിലുള്ള ആശ്രയം കുറച്ചു കളയും. അറിഞ്ഞോ അറിയാതെയോ. പണ്ട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആവശ്യങ്ങൾ വരുമ്പോൾ കരയുമായിരുന്നു. ആവശ്യങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ താണിരിക്കുമായിരുന്നു. ദൈവം വിശാലത തന്നപ്പോൾ, അവസ്ഥകൾക്ക് വ്യത്യാസം വന്നപ്പോൾ ശലോമോൻ പോലും ദൈവത്തെ മറന്നുപോയി. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ, സ്തോത്രം, താനും ദൈവത്തെ മറന്നുപോയി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ചുറ്റുപാടുകൾ മാറി, സാഹചര്യങ്ങൾ മാറി, സ്തോത്രം, അവസ്ഥകൾക്ക് മാറ്റം വന്നു, ദൈവത്തെ മറന്നുപോയി. സ്തോത്രം. सुलेमान राजा जो दुनिया के सबसे ज्ञानी व्यक्ति था, वो भी अपने जीवन में जब परमेश्वर ने उसको आदर किया, धन संपत्ति दिया, बहुत परमेश्वर ने उसका नाम बड़ा किया, जब परमेश्वर ने उसके जीवन में भलाई दिया तो परमेश्वर से भूल गए, परमेश्वर को भूल गए। परमेश्वर ने किस प्रकार उसको आदर किया उसके बारे में वो भूल गए। बोलने का मतलब यही है कि दुनिया में परमेश्वर चाहे हमें कितना भी भलाई दे, कितना भी धन संपत्ति दे, परमेश्वर के सामने, उसके दृष्टि में हम उसके बच्चे ही हैं। हमको उनके ऊपर आश्रय करे बिगर, भरोसा करे बिगर हम जीवन बिता नहीं सकते। प्रेज द लॉर्ड, हालेलुया। आगे के वचन में हम उसके बारे में देखते हैं, और परमेश्वर का वचन मनुष्य के आयुष के बारे में, मनुष्य की आयु के बारे में क्या कहती है, उसके बारे में भी हम आने वाले कुछ क्षणों में हम देखेंगे। प्रेज द लॉर्ड। फिर से बताता हूं, परमेश्वर ने अच्छा नौकरी दिया, अच्छा तनख्वाह दिया, घर की अवस्था बेहतर हो गई, दुनियादारी अवस्था में सुधार हो गई, विशालता आ गई, तो कई बार हम परमेश्वर को भूल जाते हैं। याकूब इस पत्री में लिखता है, परमेश्वर को नहीं भूलना, अपने ऊपर, अपने आप में आश्रय, भरोसा मत रखना। हमारी जो आयुष है, हमारी जो जिंदगी है, घास के तुल्य है, मैदान के फूल के समान है, भाप वेपर के समान है, क्षण भर का है, जल्दी निकल जाएगा। प्रेज़ द लॉर्ड। दानियल परमेश्वर का भक्त बंधुआई में, बाबेल में आया, लेकिन परमेश्वर के ऊपर जो उसका भरोसा था बिल्कुल कम नहीं हुआ। परमेश्वर के ऊपर भरोसा रखने वाला था, बहुत ऊंचा पदवी में आ गया। परमेश्वर ने उसको मिनिस्टर बना दिया, बहुत बड़ा इंसान बन गया, लेकिन परमेश्वर को नहीं भूला। 3 बार सुबह, दोपहर को और रात, शाम को परमेश्वर से प्रार्थना करता, मुश्किल के समय पर, भलाई के समय पर परमेश्वर के पास जाता था, परमेश्वर से दुआ करता। आपके और मेरे जीवन में चाहे दुनिया में कितना भी भलाई परमेश्वर दे, अपने भलाई, दुनियादारी भलाई के ऊपर भरोसा नहीं रखना, नहीं रखना। ये सब धुआं के समान है, एक हवा मारेगी वो उड़ जाए। प्रेज़ द लॉर्ड, हालेलुया। कुछ साल पहले मैं छुट्टी में, मैं अपने घर गुजरात में गया।
गुजरात में मैं जब गया तो अपनी कलीसिया में गया, तो अपनी कलीसिया में हमारे पास्टर जी ने वचन की सेवकाई करने के लिए मुझे अवसर दिया। मैं आज भी उसको बिल्कुल याद करता हूँ। सैटरडे शाम की मीटिंग थी और फ्राइडे आराधना होती है और संडे आराधना होती है। सैटरडे को शाम को सेवकाई किया, संडे सुबह भी सेवकाई किया। सैटरडे शाम को सेवकाई करते समय पवित्र आत्मा ने, मैं वचन की सेवकाई करते समय कहा कि हे धनी लोग, तुम अपने धन के ऊपर विश्वास मत करो, भरोसा मत करो। तुम जिस धन के ऊपर विश्वास करते हो, भरोसा रखते हो, परमेश्वर एक हवा मारेगा और परमेश्वर उसको उड़ा देगा। प्रेज़ द लॉर्ड। मैं तो सेवकाई करके छुट्टी मनाकर वापस आ गया, लेकिन हमारे एक डिस्टेंट परिवार, डिस्टेंट रिलेटिव गांधीधाम में बहुत धनी था, बहुत पैसा था। प्रेज़ द लॉर्ड। बहुत बड़ा कॉन्ट्रैक्ट इफ्को में उसने लिया था, बड़ा कॉन्ट्रैक्ट लिया था, बहुत सारा कॉन्ट्रैक्ट मिला, कॉन्ट्रैक्ट एक्सपेंशन हुआ। वो कंडला का इफ्को में से बड़ा कॉन्ट्रैक्ट मिला, पारादीप पोर्ट में उसको बड़ा कॉन्ट्रैक्ट मिला, वहां पर गया। लेकिन धीरे धीरे परमेश्वर ने उसके सारे धन को उड़ा दिया। 1 साल के अंदर वो भाई दुनिया छोड़कर चला गया। बैंक वाले कर्ज जिससे लिया था, सारे लोग घर के ऊपर हमला बोलने लगे। बोलने का मतलब इतना है, दुनिया में कितना भी भलाई परमेश्वर दे, धन दौलत दे, तात्कालिक है। परमेश्वर को उसको उड़ाने के लिए एक हवा की जरूरत है। हवा मारेगा, आपका धन दौलत को परमेश्वर उड़ा देगा। प्रेज़ द लॉर्ड। നമ്മുടെ പണത്തിൽ നമ്മൾ ആശ്രയിക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മുടെ പണത്തെ പറപ്പിച്ചു കളയുവാൻ തക്കവണ്ണം നിമിഷ നേരം മാത്രമേ ആവശ്യമുള്ളൂ. സ്തോത്രം. സ്വയത്തിൽ ആശ്രയിക്കരുത്. നവോമിയും എലീമേലേക്കും മോവാബിൽ പോയി. വലിയ പ്രതീക്ഷ. ഓ, മക്കളെ വിവാഹം ചെയ്തു, സുന്ദരികളായിരിക്കുന്ന 2 പെൺകുട്ടികളെ കിട്ടി, നല്ല കുടുംബജീവിതം നയിച്ചു. എന്നാൽ ഓർക്കാപ്പുറത്ത് എലിമേലേക്ക് പോയി. വലിയ ദുഃഖം. ആ ദുഃഖം തീർന്നില്ല. മൗലോൻ പോയി. മൗലോൻ പോയ ദുഃഖം തീർന്നില്ല. കില്യോൻ പോയി. അവസാനം വീട്ടിന്റെ അകത്ത് 3 വിധവകൾ. ദുഃഖത്തിന്റെ ആഴത്തിൽ എത്തിച്ചേർന്നതായ പ്രിയപ്പെട്ടവർ. 10 വർഷം മുമ്പേ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് എന്തായിരുന്നു? നമുക്ക് പോകാം, നല്ലൊരു ലൈഫ് സ്റ്റൈൽ, നല്ലൊരു ജീവിതം, ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ജീവിതം, സുഖമായി പാർക്കാം. പറപ്പിച്ചില്ലേ ദൈവം? ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നിത്യതയിലേക്കുള്ളതായ നമ്മുടെ ഈ യാത്രയിൽ അല്പം ദൈവം തന്നിട്ടുണ്ടോ? അതിൽ തൃപ്തരായിരിക്കുക. അല്പമേ തന്നിട്ടുണ്ടോ? അതിൽ സന്തോഷമുള്ളവരായിരിക്കുക, അതിൽ നന്ദിയുള്ളവരായിരിക്കും. ദൈവം അധികം തന്നിട്ടുണ്ടോ? അതിൽ ആശ്രയിക്കരുത്. ദൈവം തന്നു, യോബിനെ പോലെ പറയുവാൻ കഴിയണം. യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് നമുക്ക് ഏത് സമയത്തും പറയുവാൻ കഴിയണം. നമ്മൾ ദൈവം തരുന്ന നന്മയിൽ ആശ്രയിക്കാത്തവരാണെങ്കിൽ അവൻ കൂടുതൽ നന്മ തരും. അതാണ് എന്റെ ഇക്വേഷൻ. ദൈവം തരുന്ന ഭൗതിക നന്മകളിൽ നാം ആശ്രയിക്കാത്തവരാണെങ്കിൽ ദൈവം നമുക്ക് കൂടുതലായിട്ട് നന്മ തരും. കാരണം ദൈവത്തിനറിയാം നാം ഈ നന്മ പാസ് ഓൺ ചെയ്യുന്നവരാണ്. സ്തോത്രം. എന്റെ വിഷയം അതല്ല. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. യാക്കോബ് ഓർപ്പിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കരുത്. സ്തോത്രം. എന്തുകൊണ്ട്? അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. 14ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. ക്യോं इस दुनिया के धन दौलत के ऊपर भरोसा नहीं करना चाहिए. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും. അല്പനേരത്തേക്ക്. ഒന്ന്, നമ്മുടെ ജീവിതം എങ്ങനത്തെ ജീവിതമാണ്? നമ്മുടെ ജീവൻ എങ്ങനത്തെ ജീവനാണ്? അല്പനേരത്തേക്കുള്ള ജീവനാണ്. ഈ ലോകത്തിലെ ജീവൻ അല്പനേരത്തേക്കുള്ള ജീവനാണ്. प्रेज़ लॉर्ड, हालेलुया। याकूब की पत्री उसका 4 अध्याय और उसका प्रेज़ लॉर्ड हालेलुया 14 वचन में हमने पढ़ा। क्या पढ़ते हैं?
हमारे इस दुनिया की जो जिंदगी है वो बिल्कुल थोड़ी सी समय का है. Praise the Lord. നമ്മുടെ ജീവൻ അല്പനേരത്തേക്ക് കാണുന്നത് അല്പനേരത്തേക്ക് കാണുന്നതാണ്. സ്തോത്രം. അല്പനേരം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണ് എന്റെ നിത്യമാം വീട് എന്നാണ് ഭക്തൻ പാടുന്നത്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എന്നാൽ ഭക്തൻ ഒരു പ്രത്യാശയുണ്ട്. ഞാൻ പറന്ന് വേഗം പ്രിയനോട് ചേരും, വീണ്ടും മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. സ്തോത്രം. ഇതാണ് ഒരു ഭക്തന്റെ കാഴ്ചപ്പാട്. ഹല്ലേലൂയ. സ്തോത്രം. അതെ, സ്വർപ്പുരമാണ് എന്റെ നിത്യമാം വീട്. സ്തോത്രം എന്നുള്ളതായ കാഴ്ചപ്പാടുള്ളതായ ഭക്തനായ ഇബ്രാഹിം, സ്തോത്രം, അവൻ ധാരാളം ധനസമ്പത്ത് ഉണ്ടായിരുന്നു, മൃഗസമ്പത്ത് ഉണ്ടായിരുന്നു, ധാരാളം ദാസിദാസന്മാരുണ്ടായിരുന്നു. എന്നാൽ താൻ യാത്ര ചെയ്യുകയാണ്. താൻ യാത്ര ചെയ്യുന്ന ആ സമയത്ത് രാജാക്കന്മാർ ഭയപ്പെടുമായിരുന്നു, അവർക്ക് പേടിയുണ്ടാകുന്നുണ്ടായിരുന്നു. അബ്രാമിനെ കാണുമ്പോൾ അബ്രാമിന്റെ കൂടെ ഉള്ളതായ ധനസമ്പത്തും മൃഗസമ്പത്തും ദാസിദാസന്മാരുടെ സമ്പത്തും കാണുമ്പോൾ രാജാക്കന്മാർ വരണ്ടു പോകുമായിരുന്നു. ഇവർ നമ്മളെ തിന്നുകളയുമോ, ഇവർ നമ്മളെ ആക്രമിക്കുമോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്യക്തിയൊന്നുമല്ലായിരുന്നു അബ്രഹാം. പക്ഷേ അബ്രഹാം വലിയ ഒരു മനുഷ്യനായിരുന്നെങ്കിലും അതിനേക്കാളും വലിയൊരു കാഴ്ചപ്പാടായിരുന്നു അബ്രഹാമിനുണ്ടായിരുന്നത്. അതിനേക്കാളും വലിയൊരു ദർശനമായിരുന്നു ദൈവം അബ്രഹാമിന് കൊടുത്തത്. ഇന്ന് രാത്രി സമയത്ത് ദൈവമക്കളെ, ആ കാഴ്ചപ്പാട് എന്തായിരുന്നു? ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു നഗരമുണ്ട്, അടിസ്ഥാനമുള്ള ഒരു നഗരമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് താൻ തന്റെ മക്കളുടെ കൂടെ, ഹല്ലേലൂയ, തന്റെ സമ്പത്തിന്റെ കൂടെ അവൻ പാർക്കുമ്പോഴൊക്കെയും കൂടാരം അടിക്കും. പിന്നെ ദൈവശബ്ദം കേൾക്കും. അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ കൂടാരം ഇളകും. പിന്നെയും ദൈവം പറയും ഇനിയും കൂടാരം അടിക്കാൻ പറയും. അവിടെ കൂടാരം അടിക്കും. സ്തോത്രം. അവിടെ കുറച്ചു നാൾ പാർക്കും. പിന്നെ ദൈവം പറയും കൂടാരം എടുക്കാൻ പറയും, എടുക്കും. ഇതെല്ലാം കൂടാരം അടിക്കാനും കൂടാരം ഇളക്കാനും പാർക്കാനും പോകാനും നിൽക്കാനും അവനൊക്കെയും ദൈവശബ്ദത്തിന്റെ പുറത്ത് ചലിച്ച ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. സ്തോത്രം. കാരണം ദൈവം തനിക്കൊരു വാഗ്ദത്തം കൊടുത്തു, തനിക്കൊരു ദർശനം കൊടുത്തു. ആ ദർശനത്തിൽ താൻ കണ്ട ഒരു മനോഹരമായ ഒരു പട്ടണം ഉണ്ടായിരുന്നു. സ്തോത്രം. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഒരു നഗരം. അതുകൊണ്ട് താൻ പരദേശിയായി പാർക്കുന്നതായ ഒരു ശീലം തന്റെ ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈലായി മാറി. താൻ എപ്പോഴും പാർക്കുമ്പോൾ ഹല്ലേലൂയ ടെമ്പററി ആയിട്ടാണ് പാർക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കും ദൈവമക്കളെ. ഈ ഗൾഫിന്റെ പ്രദേശത്ത് ഞാനും നിങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്നു. സ്തോത്രം. ഞാനൊക്കെയും 6 മാസം, 1 വർഷം, 2 വർഷം ഒക്കെയും കണക്കൂട്ടിയാണ് വന്നത്. സ്തോത്രം. എന്നാൽ ദീർഘവർഷങ്ങൾ താമസിച്ചു. അവൻ ഏത് സമയത്തും അവനെ തിരിച്ചു പോകാനുള്ളതായ പ്ലെയിൻ ടിക്കറ്റ്, അതിന്റെ പൈസ എപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ കാണും. അത് ഞാൻ വന്ന സമയത്ത് തന്നെ എടുത്ത ഒരു തീരുമാനമാണ്. പൈസ ഒരുപാടില്ലെങ്കിൽ ഞങ്ങൾ 2 പേരുണ്ടായിരുന്ന സമയത്ത് 2 പേരുടെ പ്ലെയിൻ ടിക്കറ്റിന്റെ പൈസ എപ്പോഴും അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അതിൽ കുറഞ്ഞ ചെലവും അത് ഒക്കെ മതി. ഏതെങ്കിലും സമയത്ത് ഇവിടുന്ന് പോകേണ്ട സമയം വരുമ്പോൾ ആരോടും കടം ചോദിക്കാതെ അവൻ ടിക്കറ്റ് മേടിച്ച് തിരിച്ച് നാട്ടിൽ പോകണം. അവൻ അല്ലെങ്കിൽ 28 വർഷം മുമ്പ് ഉള്ളതായ കാഴ്ചപ്പാട് ഇന്നും അത് മാറിയിട്ടില്ല കേട്ടോ. സ്തോത്രം. ഇന്ന് 5 പേരുണ്ട്. 5 പേരുടെ ടിക്കറ്റ് കുറഞ്ഞ പക്ഷം അത്തരം പൈസ അക്കൗണ്ടിൽ അകത്ത് എപ്പോഴും വെക്കും. അതെന്റെ പ്രിൻസിപ്പിളാണ്, പേഴ്സണൽ പ്രിൻസിപ്പിളാണ്. സ്തോത്രം. അത് നിങ്ങളെല്ലാവരും അത് പാലിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതെന്റെ പേഴ്സണൽ പ്രിൻസിപ്പിളാണ്. അതിൽ കുറയാൻ സാധ്യത വരുമ്പോൾ ചങ്കിടിപ്പ് കൂടുതലാവും. സ്തോത്രം. ചെലവ് വെട്ടിക്കുറയ്ക്കും. KFC നിർത്തും, പിസ്സ നിർത്തും, അമേനലിയ പിന്നെ സാധനം മേടിക്കുന്നത് ചിലപ്പോൾ നിർത്തും. പക്ഷേ അത് അക്കൗണ്ട് ബാലൻസ് ശരിയായില്ലെങ്കിൽ എനിക്ക് ഇംബാലൻസ് ഉണ്ടാവും. എൻ്റെ അക്കൗണ്ടിന്റെ ബാലൻസ് ഇംബാലൻസ് ആയി പോയി കഴിഞ്ഞാൽ എൻ്റെ സമനില തെറ്റും. അങ്ങനത്തെ ഒരു ദുർസ്വഭാവം, ഒരു അനുഭവം എനിക്കുണ്ട്. അത് ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. പണത്തിലുള്ള ആശ്രയം കൊണ്ടൊന്നുമല്ല, പക്ഷേ ആ മിനിമം ഐ നീഡ് ടു ടേക്ക് കെയർ ഓഫ് മൈ മിനിമം. ഞാൻ പലപ്പോഴും ചില പ്രിയപ്പെട്ടവരൊക്കെയും പറയുമ്പോൾ ഞാൻ പറയും, ഇൻഷുറൻസ് പോളിസി എടുക്കാനായിട്ട് ആൾക്കാർ പറയും, വീട്ടിൽ വരുന്ന പറയും. അപ്പോൾ അവരെ സഹായിക്കാനായിട്ട് ചില കാര്യങ്ങൾ എടുക്കുമ്പോൾ ഓർക്കും, ഇത് കൊടുത്തു തീർക്കാനുള്ള പൈസ ഉണ്ടോ, എന്നാൽ മാത്രമേ മേടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മേടിക്കത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ അല്ലെങ്കിൽ അതിലൊന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുമല്ല.
ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഏതായാലും ഞാൻ പറയുന്നത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പരദേശിയായിട്ട് ഏത് സമയത്തും സ്ഥലം വിടണം എന്നുള്ളതായ ചിന്താഗതിയോടുകൂടി നമുക്ക് യാത്ര ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ്? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ചാണ് യാക്കോബ് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. വായിക്കാം. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതായ ആവി. സ്തോത്രം, വേപ്പർ, भाप के समान है हमारा जीवन. പ്രൈസ് ദി ലോർഡ്. ആവിയെ നമുക്കറിയാമോ? സ്തോത്രം, കുറച്ച് കഴിയുമ്പോൾ തന്നെ ആവി കാണത്തില്ല. സ്തോത്രം, രാവിലെ സമയത്ത് ഓഫീസിൽ പോകുമ്പോൾ ഭയങ്കര ഫോഗാണ്. കുറച്ച് കഴിയുമ്പോൾ ആ ഫോഗ് അങ്ങ് പോകും, എവിടെ പോയെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ദൈവവചനത്തിൽ അമലിയ കമ്പയർ ചെയ്തിരിക്കുന്നത്, തുലനം ചെയ്തത് യാക്കോബിന്റെ ലേഖനം 4:14 പറയുന്നു, വേപ്പർ, സ്തോത്രമല്ലിയ, പുക പോലെ, സ്മോക്ക് പോലെ. സങ്കീർത്തനം 90:5 പറയുന്നു, ഗ്രാസ്, പുല്ല് പോലെയാണ്. സ്തോത്രം. സങ്കീർത്തനം 103:15 പറയുന്നു, പുഷ്പം പോലെ. സ്തോത്രം, ഫ്ലവർ, പ്രൈസ് ദി ലോർഡ്, ഓഫ് ദി ഗ്രാസ്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 6-7 കൂടി ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവൻ എങ്ങനെയാണ്? സ്തോത്രം, വായിക്കാം. യെശയ്യാ പ്രവചനം 40-ാമത്തെ അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യം. കേട്ടോ വിളിച്ചു പറക എന്ന് ഒരുത്തൻ പറയുന്നു. കേട്ടോ വിളിച്ചു പറയാ എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയണ്ടു എന്ന് ഞാൻ ചോദിച്ചു. എന്ത് വിളിച്ചു പറയണമെന്ന് യെശയ്യാ ചോദിച്ചു. സകല ജഡവും പുല്ല് പോലെ, സകല ജഡവും പുല്ല് പോലെ, അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ അതിന്റെ ഭംഗിയെല്ലാം വയലിന്റെ പൂ പോലെയാകുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വായിക്കാം. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ, യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ല് ഉണങ്ങുന്നു, പൂ വാടുന്നു. അതെ, ജനം പുല്ല് തന്നെ. അതെ, ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനുഷ്യരെ കയറി മറ്റുള്ളവരെ കയറി പുല്ലെന്ന് വിളിക്കാറുണ്ടല്ലോ അല്ലേ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തെറ്റാണ്. സ്തോത്രം, നമ്മൾ തന്നെ പുല്ലാണ്. പുല്ല് കയറി മറ്റു പുല്ലിനെ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവനല്ല പിള്ളേര് തമ്മിൽ പറയും, തൂ ഗദ എന്ന് പറയും. അപ്പോൾ തിരിച്ചു കൊടുക്കുന്ന മറുപടി, ഗദാഹി ഗദാക്കോ ജാനത ഹൈ. കഴുത തന്നെ കഴുതയെ മനസ്സിലാക്കത്തുള്ളൂ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവൻ ഗദാഹി ഗദാക്കോ ജാനത ഹൈ. കഴുതയെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നീ എന്നെ കഴുതെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ തന്നെ കഴുതയാണ്, അതുകൊണ്ടാണ് എന്നെ കഴുതെന്ന് വിളിച്ചത്. സ്തോത്രം എന്നുള്ളതായ ആശയത്തിൽ. സ്തോത്രം. അപ്പൊ മറ്റുള്ളവരെ പുല്ലെന്ന് വിളിക്കരുത്, പിള്ളേരെ പുല്ലെന്ന് വിളിക്കരുത്. അമൻ അലിയ സ്വന്തം സ്നേഹിതന്മാരെ പുല്ലെന്ന് വിളിക്കരുത്. കിസികോ അമൻ ഘാസ് നെയ് ബോൽന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യൻ തിരുവചനം പറയുന്നത്, യെശയ്യാ പ്രവാചകനോട് ദൈവമായ യഹോവ അരുളി ചെയ്യുന്നത്, ആ പദം ശ്രദ്ധിച്ചു നോക്കുക. സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി വായിപ്പിക്കുന്നത് സന്തോഷമുണ്ട്. സകല ജഡവും പുല്ല് പോലെ, സകല ജഡവും പുല്ല് പോലെ, അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയാകുന്നു. അതിന്റെ ഭംഗിയെല്ലാം വയലിന്റെ പൂ പോലെയാകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകിയാൽ പുല്ലുണങ്ങുന്നു. യഹോവയുടെ ശ്വാസം അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സൂര്യകിരണങ്ങൾ അതിന്റെ മേൽ അടിക്കുമ്പോൾ അല്പം കഴിയുമ്പോൾ വളരെ മനോഹരമായി നിന്നതായ പുഷ്പം, ഹല്ലേലൂയ, പുല്ലിന്റെ പൂ അത് വാടിപ്പോകുന്നത് പോലെ, ഹല്ലേലൂയ, ഇത് മനുഷ്യ ജീവിതം വാടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അതെ, പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതെ, ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിൽക്കുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ എന്നേക്കും നിൽക്കുന്ന ദൈവവചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. പ്രൈസ് ദി लॉर्ड। हालेलुया। परमेश्वर के वचन के ऊपर भरोसा रखें। जिंदगी घास के समान है, हालेलुया, मैदान के फूल के समान है। प्रेज द लॉर्ड। जल्दी से सूख जाएगा, मुरझा जाएगा, हालेलुया, शोभा सब खत्म हो जाएगा। आज बिल्कुल जवान दिखने वाला रिंकू, हालेलुया, सदे में 20 साल के बाद में हालेलुया शक्ल पूरा चेंज हो जाएगा। वहां यहाँ वहां सफेद बाल आ जाएगा। प्रेज द लॉर्ड। हालेलुया। अरे हालेलुया, स्तोत्रम। अभी बहुत जवान होकर बॉडी बताकर छाती दिखाकर हालेलुया चलने वाला रिंकू, हालेलुया, फिर उसका कंधा भी झुकने लगेगा। मैं भी एक जमाने में जवान था, प्रेज द लॉर्ड। मैं घर पे हालेलुया बुल वर्कर करता था, प्रेज द लॉर्ड। हालेलुया, मेरा छाती हालेलुया बहुत हालेलुया मोदी का 56 से भी बढ़कर है। हालेलुया छाती था मेरा, प्रेज द लॉर्ड। लेकिन अभी उम्र हो गया,
हमें 60 के समान आने, 60 के पास अभी पहुंचने वाला है। हमें 2-4 मील का दूरी है। प्रेज़ द लॉर्ड, जल्दी खत्म हो जाएगा। आधा साल तो निकल गया, अभी आधा साल बाकी है। मेरा भी दौड़ पूरा करने का टाइम आ गया। छाती वाती इधर रह जाएगा, हमें हाथी भी इधर रह जाएगा, लेकिन परमेश्वर का वचन को पकड़ने वाला अनंत काल का जीवन में प्रवेश हो जाएगा। प्रेज़ द लॉर्ड। इसलिए बोलने का मतलब यह है, दुनिया की कोई बातों में भरोसा मत रखना। हालेलुया। जवानी में मतलब अपना भरोसा मत रखना। प्रेज़ द लॉर्ड। हालेलुया। ये जो सुंदर सुंदर दांत है ना, वो थोड़ा सा दिन के बाद में हिलने लगेगा। प्रेज़ द लॉर्ड। हालेलुया। वो डेंटिस्ट का पास जाना पड़ेगा। प्रेज़ द लॉर्ड। उधर वो फिर वो थोड़ा सा सीमेंट लगाना पड़ेगा, हाँ, प्रेज़ द लॉर्ड, मजबूत करने के लिए। हालेलुया। इसलिए अभी से ही ध्यान रखो, परमेश्वर का वचन को हमें हालेलुया स्वीकार करो, पकड़ो बराबर मजबूती से, और अनंत काल का घर में प्रवेश करने के लिए तैयार हो जाओ। प्रेज़ द लॉर्ड। हालेलुया। आमेन। परमेश्वर हमें सहायता करे. വായിക്കാം യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം 15-ാമത്തെ വാക്യം വായിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ, നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ, പിന്നെ മറഞ്ഞു പോകുന്ന ഒരു ആവിയാണല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, ആമേൻ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്ന് പറയണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്ത് പറയണം? ഇഫ് ദ ലോർഡ് വിൽസ്, ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവഹിതമാണെങ്കിൽ. പലപ്പോഴും നമ്മളത് പറയാറുണ്ട്, പക്ഷെ നമ്മുടെ സ്വന്തം ഹിതമാണ് നടപ്പാക്കുന്നത്. നമ്മൾ പറയുന്നത് ദൈവഹിതമാണെങ്കിൽ നാട്ടിലേക്ക് പോകാം ജൂലൈ, പക്ഷെ ഓൾറെഡി 2 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെയാണ് നമ്മൾ പറയുന്നത് ദൈവഹിതമാണെങ്കിൽ. ആരെങ്കിലും ചോദിച്ചു, ബ്രദറെ നാട്ടിൽ പോകുന്നില്ലേ? ആ, ജൂലൈ മാസം ദൈവഹിതമാണെങ്കിൽ പോകണം. മാർച്ച് മാസത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതാണോ ദൈവഹിതം? സ്തോത്രം. ചുമ്മാ അത് കള്ളം പറഞ്ഞിട്ട് നരകത്തിൽ പോകാതെ ഹല്ലേലൂയ സ്തോത്രം ഉള്ളത് പറയണം. ആ പാസ്റ്ററെ, മാർച്ച് മാസത്തിൽ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്, അറിയത്തില്ല, ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ പോവും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഇങ്ങനെയാണ്, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇങ്ങനെ പറയുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതമാണെങ്കിൽ അങ്ങനെ. യാക്കോബ് എന്താണ് പറയുന്നത്? ദൈവഹിതമാണെങ്കിൽ എന്ത് ചെയ്യും? കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന്. അപ്പോൾ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ കർത്താവിന്റെ ഇഷ്ടമാണെങ്കിലേ ജീവിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ജീവിച്ചിരുന്നാലല്ലേ ഫ്ലൈറ്റിൽ കയറി പോകുന്നത്. അല്ലെങ്കിലും പോകാം, കാർഗോയിൽ പോകാം. സ്തോത്രം. പക്ഷെ അത് പിന്നെ പ്ലെയിൻ ഉയർന്നതും താഴ്ന്നതും ആൾക്കാർ വന്ന് സ്വീകരിക്കുന്നതൊന്നും കാണാൻ പറ്റത്തില്ല. പെട്ടിക്കകത്തല്ലേ, മൂക്കിന്റെ അകത്ത് പഞ്ഞി. സ്തോത്രം. പിന്നെ കണ്ണാടി ഇട്ടാലും കാണാൻ പറ്റുമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാരെ കണ്ണാടി ഇട്ടിട്ട് അടക്കുന്നുണ്ട്. എനിക്ക് വിരോധമൊന്നുമില്ല. സ്തോത്രം. ഏതായാലും കണ്ണാടി വെച്ചിട്ട് ആർക്കും ഉപയോഗിക്കാനും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കാതിപ്പൂവും മാലയും മറ്റു സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി വെക്കുമല്ലോ. അതെന്താ വെച്ചോണ്ട് അടക്കാത്തത്? അപ്പൊ നമുക്ക് കൊള്ളാത്തതെല്ലാം എന്ത് ചെയ്യണം? ശവപ്പെട്ടിക്കകത്ത് പോകട്ടെ. കൊള്ളുന്നതെല്ലാം എന്ത് ചെയ്യണം? മോളിയാൻറ്റിയെ അതെല്ലാം എന്ത് ചെയ്യണം? നമുക്ക് വരച്ചെടുക്കണം. അത് ശരിക്കും അതിന്റെ സ്ക്രൂ അഴിച്ചിട്ട്, ആ ചെവിയുടെ ബാക്കിൽ നിന്ന് ആ സ്ക്രൂ അഴിച്ചിട്ട് എടുക്കാനുള്ളതായ തഞ്ചം പോലും ഇല്ല. സ്തോത്രം. അങ്ങനെ ചിലതൊക്കെ കണ്ടതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മേൽപ്പാട് മരുമക്കൾ ഓടി വന്നു. സ്തോത്രം. ഓ ഭയങ്കര കരച്ചിലാണ്. പക്ഷെ കൈ വേറെ എടുത്ത. കണ്ണുനീര് വരുന്നുണ്ടെങ്കിലും വിരല് അമ്മച്ചിയുടെ കാതിന്റെ പുറകെ നിന്ന് സ്ക്രൂ ഊരിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം എന്തിന്റെ? കാതിപ്പൂവിന്റെ സ്ക്രൂ ഊരിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം. ഈ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ജീവിച്ചിരുന്നാൽ നമുക്ക് അത് ചെയ്യാം. കർത്താവിന് ഒന്ന് നമ്മൾ ജീവിച്ചിരിക്കണം. 2 കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇന്നതൊക്കെ ചെയ്യാം. നാളെ ജോലിക്ക് പോകാനായിട്ട്, ഓഫീസിൽ പോകാനായിട്ട്, അവിടെ പല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയല്ലേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിച്ചിരുന്നാൽ ഓഫീസിൽ പോകാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, സ്വയത്തിൽ ആശ്രയിക്കരുത് എന്ന് യാക്കോബ് പറയുക. ഡോണ്ട് ട്രസ്റ്റ് ഇൻ യുവർ റിച്ചസ്, ഡോണ്ട് ട്രസ്റ്റ് ഇൻ യുവർ വെൽത്ത്, ഡോണ്ട് ട്രസ്റ്റ് ഇൻ യുവർ ലൈഫ്. ഇറ്റ് ഈസ് ലൈക്ക് ഗ്രാസ്, ഇറ്റ് ഈസ് ലൈക്ക് വേപ്പർ. അത് പുക പോലെയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മഞ്ഞ് പോലെയാണ്. അത് വയലിലെ പൂ പോലെയാണ്. അത് പുല്ല് പോലെയാണ്. യെസ്, മനുഷ്യൻ പുല്ല് തന്നെ.
ഈ രാത്രിയിൽ ഈ പുല്ലിൽ ആശ്രയിക്കുക, ഈ പുല്ലിൽ ആശ്രയിക്കരുത്. സ്തോത്രം. അല്പകാലത്തേക്കുള്ളതായ യാത്ര, നമ്മുടെ നിത്യ വീടിന് വേണ്ടിയുള്ളതായ ഒരുക്കം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. हम सारे लोगों को परमेश्वर आशीष दे. जवानियत में भरोसा मत कर, ताकत में भरोसा मत करना, धन संपत्ति में भरोसा मत करना, तनख्वाह में भरोसा मत करना, अपने मसल्स के ऊपर भरोसा मत करना. इंसान घास है करके परमेश्वर ने यशायाह नबी को कहा. पुकार कर कहो, सारे लोगों को कहो, इंसान घास है. प्रेज़ द लॉर्ड. भरोसा रखना है तो भरोसा रखने का योग्य परमेश्वर के ऊपर भरोसा रखे. കർത്താവിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.